ന്യൂസ് ടെൻസ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ CPI-യിൽ വലിയ തർക്കം പൊട്ടിത്തെറിയെന്ന വിവരം തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതായി വരുന്നത്. അത് നാട്ടികയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് എന്നതാണ്. സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CC മുകുന്ദൻ ആണ് ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുള്ളത്. നാട്ടികയെ പാർട്ടി പേയ്മെന്റ് സീറ്റാക്കി മാറ്റി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിരെ ആണ് ഇപ്പോൾ മുകുന്ദൻ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നുകൂടി അറിയിച്ചിരിക്കുകയാണ്. പാർട്ടി ഇപ്പോൾ പണത്തിന്റെ സ്വാധീനത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസും BJP-യും പിന്തുണയുമായി സമീപിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് മുകുന്ദൻ പറഞ്ഞു വെക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ VV അരുണും അതോടൊപ്പം തന്നെ TG സജിത്തുമാണ് ചേരുന്നത്. അതിനു മുമ്പ് ആ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ മത്സരിക്കുമ്പോൾ നിലവിലുള്ള പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഗീതാ ഗോപി വളരെയേറെ സാമ്പത്തിക ഇതായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തി പുതിയ മത്സര രംഗത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷം ടൈം തീരുമാനിച്ചത്. അത് പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ മുന്നണി ഏൽപ്പിച്ച എല്ലാ പണികളും രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കെല്ലാം എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയം നോക്കാതെ തന്നെ വലിയൊരു വികസനം ഈ മണ്ഡലത്തിൽ നടത്താം. അത് നിങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ചാൽ ചർച്ച ചെയ്ത് ചെന്നാൽ അവർ എൻ്റെ അടുത്ത് പറയും. അതിലൊരു വിഷയം ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയെ ഞാൻ ഓരോ പാർട്ടിയെ മാത്രം ചെയ്തു കൊടുക്കലല്ലേ ചെയ്തു, മൊത്തം ഈ മണ്ഡലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന 100% വർക്ക് ചെയ്തിട്ട് അത് നിങ്ങളുടെ മാതൃഭൂമി കൂടി സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ കാണാം. നിലവിൽ ഇത്ര അപകടകാരിയായിരുന്ന ഗീതാ ഗോപിയെ പേയ്മെൻറ്റ് സീറ്റ് കൊണ്ട് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് എന്തോ സംശയം നിലനിൽക്കുന്നു. പേയ്മെൻറ്റ് സീറ്റ് എന്നൊന്നല്ലേ തോന്നാനുള്ള കാരണം ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാ ഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. 5 വർഷം 10 വർഷം നിങ്ങൾ പരിശോധിക്കപ്പെടാം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ പരിശോധിച്ച് പലപ്പോഴും എന്നോട് സാമ്പത്തികമായി പാർട്ടി പറയാറുണ്ട് പിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഞാൻ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ ഇതുവരെ അവരത് പോയിട്ടില്ല, ഇടപെട്ടിട്ടില്ല. എന്തായാലും എൻ്റെ പാർട്ടിയെ സഹായിക്കണം എന്ന് മാത്രമേ പറയാറ്. CPI-യെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണം തന്നെയാണ്. പേയ്മെന്റ് സീറ്റ് വിവാദം ആണ് ഇപ്പോൾ CPI-യിൽ ഉയർന്നു വരുന്നത് എന്നതാണ്. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് അടക്കം CPI നേരിട്ടിരുന്ന ഒരു വിമർശനമാണ് ഇത്തരത്തിൽ എന്നത് നമുക്കറിയാം. പേയ്മെന്റ് സീറ്റ് വിവാദം ഇപ്പോഴിതാ വീണ്ടും CPI-യിൽ ഉയർന്നു വരുന്ന പശ്ചാത്തലം. CC മുകുന്ദൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ആരോപണമല്ലേ അത്? തീർച്ചയായിട്ടും CPI-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന പ്രഖ്യാപനം, ഒരു പ്രസ്താവനയാണ്, പരസ്യ പ്രസ്താവനയാണ് നാട്ടിക MLA CC മുകുന്ദന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ CPI ഒരു തവണ മാത്രം മത്സരിച്ച്, സാധാരണ CPI 2 തവണ തുടർച്ചയായി മത്സരിക്കാൻ അനുവദിക്കാറുണ്ട്. ഇളവ് നൽകി 3 തവണയും. നാട്ടികയിൽ 2011-ലും 2016-ലും ജയിച്ചത് ഗീതാ ഗോപിയാണ്. പക്ഷേ 3ാം ടൈം അവർക്ക് നൽകിയില്ല. പകരം CC മുകുന്ദനെ കൊണ്ടുവന്നു. അന്ന് ഗീതാ ഗോപിയെ മാറ്റാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അവരുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് പലപ്പോഴും അവമതിപ്പുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് അവിടെ 3ാം ടൈം കൊടുക്കാതെ CC മുകുന്ദനെ കൊണ്ടുവന്നത്. പക്ഷേ CC മുകുന്ദൻ കഴിഞ്ഞ ഏതാണ്ട് 1 വർഷക്കാലമായി പാർട്ടിയുമായി നല്ല ബന്ധത്തിലല്ല. അദ്ദേഹത്തിന്റെ ചോർന്നൊലിക്കുന്ന വീടും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നത് CPI അസ്വസ്ഥമാക്കിയിരുന്നു. പാർട്ടിയോട് പറയാതെ എന്തിന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞു എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് നേരെ പാർട്ടി ഉയർത്തിയിരുന്നു. അവിടുത്തെ ജില്ലാ ഘടകവുമായുള്ള തർക്കവുമൊക്കെ വലിയ പ്രശ്നമായി മാറിയതാണ്. അതൊക്കെ പരിഹരിച്ച് മുകുന്ദനെ അനുനയിപ്പിച്ച് CPI ഒപ്പം നിർത്തുകയായിരുന്നു. പക്ഷേ ഇന്നലെ സംസ്ഥാന കൗൺസിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. പകരം നേരത്തെ മാറ്റി നിർത്തിയ ഗീതാ ഗോപിയെ വീണ്ടും കൊണ്ടുവരുന്നു. ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ പ്രതിച്ഛായ മോശം എന്നുള്ളതാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മുകുന്ദനെ മാറ്റാനുള്ള കാരണമായി നേതാക്കൾ പറയുന്നത്. അത് ഔദ്യോഗികമായി അല്ലെങ്കിൽ പരസ്യമായി പറയുന്ന നേതാക്കൾ തയ്യാറാകുമോ എന്നറിയില്ല. പക്ഷെ അല്ലാതെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രതിച്ഛായ മോശമാണ് മുകുന്ദന്റെ, അതുകൊണ്ടാണ് മാറ്റുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ആ പ്രതിച്ഛായ മോശം CPI-ക്ക് വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയുണ്ട്. നാട്ടിക ഇടതുപക്ഷം തുടർച്ചയായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലം. അവിടെ ഇത്തവണ ഈ മുകുന്ദൻ ഇടയുന്നത് കോൺഗ്രസും BJP-യും ഒക്കെ അവസരമാക്കുമെന്ന് ഉറപ്പാണ്. ഇതിനകം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതാക്കളുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല മുകുന്ദനുമായി സംസാരിച്ചു. മുകുന്ദൻ തന്നെ മാറ്റിയ കാര്യം പറഞ്ഞു. BJP-യും മുകുന്ദനെ അവിടെ മത്സരിപ്പിക്കാൻ നോക്കിയേക്കും. അങ്ങനെ വന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഒരു വിമത സ്ഥാനാർത്ഥിയായി അവിടെ
CC മുകുന്ദൻ മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അഭിലാഷ്. യെസ്, ഗീതാ ഗോപിക്ക് പണം ശേഖരിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് പറയുന്ന പേയ്മെന്റ് സീറ്റ് ആരോപണം ആണ് ഇപ്പോൾ CPI-യിൽ ഉയർന്നു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ CPI-ക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൂടി അത് എത്തിപ്പെടും എന്നതാണ്. ആരോപണം തന്നെ ബാധിക്കില്ല എന്നും പാർട്ടി മറുപടി പറയും എന്നുമായിരുന്നു ഗീതാ ഗോപിയുടെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.